ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് എല്ലുകറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ആദ്യം തന്നെ ഈ ഒരു വലിയ പാത്രത്തിലാട്ടോ ഇതെല്ലാം മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷമാണ് കുക്കറിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമുക്കിതാ എല്ലിതാ ഞാൻ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് വലിയ പീസായിട്ടാട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ വാങ്ങാൻ വേണ്ടി നോക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇത് വലിയ പീസായതുകൊണ്ട് നമുക്ക് കുക്കറിലിടാനോ അതിനെല്ലാം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എനിക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതാ അതെല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി, 4 പച്ചമുളക് ഇതെല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി അത്യാവശ്യം വലുപ്പമുള്ളതാണ് എടുത്തത്. പിന്നെ അതിലേക്ക് ഒരു 4 മീഡിയം സൈസ് ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലിയാട്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. അത് 2.5 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത് സ്പൂൺ വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 1/2 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുക്കർ ചെറുതായതുകൊണ്ടാണ് വേറെ പാത്രത്തിലിട്ടിട്ട് മിക്സ് ചെയ്തത്. അപ്പം മിക്സ് ചെയ്ത ശേഷം അത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് 10 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. എല്ല് കറി ആയതുകൊണ്ട് സാധാരണ ബീഫ് വേവിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് വേവിക്കണം. പക്ഷെ എനിക്ക് 10 വിസിൽ അടിച്ചു വരാൻ കുറേ ടൈം എടുത്തിന്. അത് ചെറിയ കുക്കറിൽ തിക്കി നിറച്ചിട്ടുകൊണ്ടായിരിക്കും കുറേ ടൈം എടുത്തിന് എനിക്ക്. അപ്പം വാങ്ങുന്ന സമയത്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ വാങ്ങാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമ്മുടെ എല്ല് കറി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ഒറോട്ടിക്കാട്ടോ. ഒറോട്ടിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ സ്ക്രീനായിട്ട് ആഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യാം. അപ്പോൾ എല്ല് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.